5ാം ക്ലാസ്സുകാരിയായ ആദിശ്രീയും കൂട്ടുകാരും വ്യത്യസ്തമായൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 15,000 വിത്തുകൾ മുളപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. തന്റെ 10ാം പിറന്നാളിൽ കൂട്ടുകാർക്ക് മിഠായികൾ നൽകുന്നതിന് പകരം ആദിശ്രീ നൽകിയത് വിവിധ വിത്തുകളാണ്. ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്ത് സ്കൂളിലെ വിദ്യാർത്ഥിയായ ആദിശ്രീ തന്റെ പിറന്നാൾ ദിനത്തിൽ സ്കൂളിലെത്തിയത് പയറിന്റെയും ചോളത്തിന്റെയും വിത്തുകൾ നിറച്ച പാക്കറ്റുകളുമായാണ്. സ്കൂളിലെ 615 വിദ്യാർത്ഥികൾക്കും 25 അധ്യാപകർക്കും ആദിശ്രീ വിത്ത് നിറച്ച പാക്കറ്റുകൾ നൽകി. ഞാൻ എന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് എന്റെ സ്കൂളിലെ മുഴുവൻ കൂട്ടുകാർക്കും ടീച്ചർമാർക്കും 15,000-ലധികം വിത്തുകൾ നൽകാനാണ് തീരുമാനിച്ചത്. ഇത് ഞാൻ പേപ്പർ കവറിലാണ് പാക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ വലിച്ചെറിഞ്ഞാലും നമുക്ക് അതിലൂടെ മഴ പെയ്യുമ്പോൾ കിളുത്ത് വരും. അങ്ങനത്തെ രീതിയിലാണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്. ഞാനും എൻ്റെ അച്ഛയും കൂടെയാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്തത്. ആകെ 15,000 വിത്തുകൾ മുളപ്പിക്കാനാണ് തീരുമാനം. ചെറുപ്രായത്തിൽ തന്നെ പൊതുസ്ഥലങ്ങളിലടക്കം വൃക്ഷത്തൈകൾ നട്ടുപരിപാലിച്ച് പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം പകർന്നു നൽകുന്ന ഈ കൊച്ചുമിടുക്കിയുടെ ഉദ്യമം സ്കൂളും ഏറ്റെടുത്തു. സാധാരണക്കാരും ജനങ്ങളും ജനപ്രതിനിധികളുമൊക്കെ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയായി ആദിശ്രീ മാറിയിട്ടുണ്ട്. 2 വേൾഡ് റെക്കോർഡുകൾ സ്വന്തമാക്കിയ ഈ കുട്ടി 1500-ലധികം മരത്തൈകൾ നമ്മുടെ ഇടുക്കി ജില്ലയുടെ പാതയോരത്തും വിവിധ സ്ഥാപനങ്ങളുടെ സമീപത്തുമൊക്കെ നട്ട് ശ്രദ്ധ നേടി. അതുപോലെ തന്നെ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ അതൊക്കെ പെറുക്കി മാതൃക കാണിക്കും. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ പ്രത്യേക ദിവസങ്ങളിൽ അവിടുത്തെ രോഗികൾക്ക് ഭക്ഷണം നൽകും. ഇപ്പോൾ തൻ്റെ 10ാം പിറന്നാളിനോടനുബന്ധിച്ച് ആദിശ്രീ വീണ്ടും മറ്റൊരു മാതൃക നമ്മുടെ ജനത്തിന് നൽകിയിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിലെ 610 കുട്ടികൾക്കും 25ഓളം അധ്യാപകർക്കുമായി 15,000-ഓളം പച്ചക്കറി വിത്തുകൾ ഈ മിടുക്കി നൽകിയിരിക്കുകയാണ്. ആദിശ്രീ ഇതിന്റെ പിന്നിൽ വലിയ ഒരു ലക്ഷ്യമുണ്ട്. വിഷരഹിതമായ പച്ചക്കറി പഞ്ചായത്ത് UP സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് അത് കഴിക്കുക, അതിനുവേണ്ടിയുള്ള ഒരു വലിയ ശ്രമമാണ് ഈ മിടുക്കി ഈ പിറന്നാൾ ദിനത്തിൽ നടത്തിയിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് ആവശ്യമായ വിത്തുകൾ എത്തിച്ചത്. ഓരോ സുഹൃത്തിനും നൽകേണ്ട വിത്തുകൾ അച്ഛൻ അനിൽകുമാറിനൊപ്പം ചേർന്ന് ചെറിയ പേപ്പർ പാക്കറ്റുകളിലാക്കിയാണ് സ്കൂളിൽ എത്തിച്ചത്. സ്കൂൾ പരിസരത്തും വിത്തുകൾ നട്ടു.